അങ്ങനെ ചരിത്ര ഫൈനലിനെ കാത്തിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉശിരൻ ഫൈനലിനായി അതിന് സാക്ഷ്യം വഹിക്കാനായി കാണികൾ കൂട്ടത്തോടെ എത്തുകയാണ്. എന്താണ് ഇന്നത്തെ കളിയിലെ ഏറ്റവും ആവേശമായിരിക്കുന്ന ഒരു പ്രതീക്ഷ എന്താണ്? ഇന്നത്തെ കളി എന്തുകൊണ്ടും നമ്മൾ വിജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. അതായത് ഈ കഴിഞ്ഞ കളിയിൽ ശ്രീലങ്കയായിട്ടുള്ള കളിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ബൗളർമാരില്ലായിരുന്നു, അതിൻ്റെ ഒരു അഭാവം കാണാനുണ്ടായിരുന്നു. പക്ഷേ ബുംറ തിരിച്ചു വരുന്നതോടുകൂടി ടീമിൻ്റെ ഭാവം തന്നെ മാറും. ഓപ്പൺ നല്ലൊരു ബൗളറാണ് ബുംറ. അതുപോലെ തന്നെ നമ്മുടെ അഭിമാനതാരമായ സഞ്ജു സാംസൺ, മലയാളികളുടെ എവിടെയും അഭിമാനതാരം അല്ല, ഇന്ത്യ ഒട്ടുക്കെ ആരാധിക്കുന്ന സഞ്ജു സാംസൺ വളരെ നല്ല ഫോമിലാണ്. അദ്ദേഹം സെഞ്ചുറി അടിക്കും. ഇന്ന് ഉറപ്പായിട്ടും ഇന്ത്യ വിജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ലോകത്ത് ഏതൊരു കോണിലും ഒരു മലയാളി ഉണ്ടാവും. മലയാളികളില്ലാത്ത ഈ ലോകത്ത് ഒരു രാജ്യവും തന്നെ ഇല്ല. ഏറ്റവും കൂടുതൽ മലയാളി സപ്പോർട്ടാണ് ദുബായിൽ ഇന്ത്യൻ ടീമിനുള്ളത്. ഈ സഞ്ജു സാംസൺ കുറച്ച് നേരത്തെ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? സഞ്ജു സാംസൺ ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അദ്ദേഹം നല്ല ഫോമിലാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ടീം അദ്ദേഹത്തെ കുറച്ച് നേരത്തെ ഇറക്കാനാണ് സാധ്യത. എങ്ങനെ നേരത്തെ ഉള്ള ഇന്ത്യ പാക് മത്സരമൊക്കെ കാണാൻ എത്തിയിരുന്നോ? വന്നിട്ടുണ്ടായിരുന്നു. 2 മാച്ചും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും വൈഫും 2 മാച്ചും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇന്നും എൻജോയ് ചെയ്യും. ഇന്ത്യ ഷുവറായിട്ടും ജയിക്കുമെന്ന്. ഇന്ന് ആരുടെ കളി കാണാനാണ്, ആരുടെ പ്രകടനത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത്? ഫസ്റ്റ് അഭിഷേക് ശർമ്മ, അത് കഴിഞ്ഞ് ശുഭ്മൻ ഗിൽ, സൂര്യകുമാർ ക്യാപ്റ്റൻ, പിന്നെ സഞ്ജു സാംസണും തിലക് വർമ്മയും. ഇവർ 5 പേരും ഇന്ന് തകർത്ത് ബാറ്റ് ചെയ്യും. ബുംറ ബോളിങ്ങിലും കുൽദീപ് യാദവ് ബോളിങ്ങിലും ഇന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ത്യ നമ്മളെ കപ്പ് നിലനിർത്തും, ഷുവറായിട്ടും നിലനിർത്തും. ഭാരത് മാതാ കി ജയ്. ആരുടെ കളിയിലേക്കാണ് നോക്കുന്നത്? ആരുടെ കളിയാണ് ഉറ്റുനോക്കുന്നത്? ശുഭ്മൻ ഗില്ലിന്റെ ബാറ്റിംഗ് ആൻഡ് ദെൻ സഞ്ജു സാംസൺ his performance. So definitely ഈ 2 പേരും ഉണ്ടെങ്കിൽ മതി ഇന്ത്യ. and then Bumrah of course will take them for a good victory. So ഇന്നത്തെ മാച്ച് എന്തായാലും ഇന്ത്യക്കുള്ളതാണ്. So it's going to be a fantastic match. Looking forward. പാകിസ്ഥാൻ വലിയൊരു ഭീഷണി ആവില്ല എന്നാണോ? ഇന്ത്യയുടെ ഇത് വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ആ പേടിയൊക്കെ പോയി, അതൊക്കെ പണ്ട്. ഇപ്പൊ ഇന്ന് നമ്മുടെ വിക്ടറിയാണ്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ഇന്ത്യസ് വിക്ടറി ഓൺലി. അപ്പോൾ എന്താണ് ഇന്നത്തെ പ്രതീക്ഷകൾ? ഇന്ത്യ ഇന്ന് തകർത്ത് ജയിക്കുന്നതായിരിക്കും. സഞ്ജു അടിച്ചു പൊളിച്ച് കളിക്കുമെന്ന്. അഭിഷേക് ആൾസ് ആൾവേസ്, ഇതാണ് നമ്മുടെ പ്രതീക്ഷ. സഞ്ജുവിലും അഭിഷേക് ശർമ്മയിലാണ് നമ്മുടെ പ്രതീക്ഷ. കപ്പ് നമ്മൾ നിലനിർത്തും, 100% ഉറപ്പല്ലേ. വേറെ ആരും നമ്മൾ അടുത്തുപോലെ വരാനില്ല. പാകിസ്ഥാൻ നമ്മൾ 2 പ്രാവശ്യം തോൽപ്പിച്ച ഇന്നും തോൽപ്പിച്ചിരിക്കും. 3-ാം വട്ടം തോൽക്കാനായിട്ടാണ് പാകിസ്ഥാൻ വരുന്നതെന്നാണ്. അങ്ങനെയാണ്. പക്ഷേ എന്തായാലും ഇതൊരു നല്ലൊരു മാച്ചായിരിക്കും. കാര്യം അവരും കളിക്കട്ടെ നല്ല പോലെ. പക്ഷേ അവസാനം ജയിക്കുന്നത് നമ്മളായിരിക്കും, അതിന് യാതൊരു സംശയമില്ല. ക്രൗഡ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി തന്നെ ഇത്തവണ പാകിസ്ഥാൻ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണികളും. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മളൊരിക്കലും ആ പ്രതീക്ഷ കൈവിടില്ല. നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയാണ്. അവരെ അടിക്കുമ്പോഴും നമ്മൾ കൈയടിക്കും. പക്ഷേ ജയം നമ്മുടെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇതിപ്പോൾ മറ്റ് കളികൾക്ക് നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കലാശപ്പോരിന് വലിയൊരു ജനക്കൂട്ടാണ് എത്തുന്നത്. ഗ്രൗണ്ടിൻ്റെ ഒരു സപ്പോർട്ടും ആവേശമൊക്കെ എങ്ങനെ ഉണ്ടാവും? ഈ ഒരു സ്പിരിറ്റിലും ഇത്രത്തോളം ക്രൗഡ് സപ്പോർട്ട് ഉള്ള സ്ഥിതിക്കും നമ്മൾ ഇന്ത്യ ഇപ്പോൾ നിലനിർത്തുന്ന ഫോം വെച്ചിട്ട് അൺഡൗട്ടബിളി ഇത് ഇന്ന് ഇന്ത്യൻ്റെ ഒരു ഫുള്ളി ഡോമിനേറ്റിംഗ് വിൻ അല്ലെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വിൻ ചെയ്യും, ഉറപ്പാണ്. പാകിസ്ഥാൻ എത്രമാത്രം പ്രകടനം പുറത്തെടുക്കും? അല്ല, പാകിസ്ഥാൻ എങ്ങനെ കളിച്ചാലും നമ്മുടെ ഇന്ത്യയുടെ മുമ്പിൽ അവരൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജു എന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഓപ്പണിംഗ് സഞ്ജു എന്നാൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം ഈ ഏഷ്യ കപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ഗില്ല് കളിച്ചേക്കണേൽ ഗില്ലി തവണ ഫോം ഔട്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം സഞ്ജു ഓപ്പണിംഗ് വരണം, നന്നായിട്ട് പെർഫോം ചെയ്യണം, ഇന്ത്യ കപ്പടിക്കണം. നമ്മൾ ഇത്രയും മലയാളീസ് ഇവിടെ കൂടുന്നുണ്ട്. നമ്മുടെ വിശ്വാസം ഇന്ത്യ കപ്പടിച്ചിരിക്കുമെന്ന്. ഇന്ത്യയുടെ വിജയം മാത്രമല്ല, സഞ്ജുവിന്റെ പ്രകടനം കൂടി കാണാനാണ് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. യാസിർ അർഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.